ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനുമുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും. അങ്ങനെ സുഭാഷിന് സുനിതയെ നഷ്ടമായതിൻ്റെ വളരെ നിരാശയിൽ അങ്ങനെ സമതല തെറ്റിപ്പോയ ഒരു സുഭാഷിനെയാണ് നമ്മൾ 2-3 എപ്പിസോഡുകളിൽ കാണുന്നത് കേട്ടോ. എന്നാൽ നാളെ മുതൽ അടുത്ത ദിവസം മുതൽ കാണുന്ന സുഭാഷ് മറ്റൊരു സുഭാഷായിരിക്കും. ദുഃഖങ്ങളൊക്കെ മാറി സന്തോഷവാനായി തൻ്റെ സഹോദരന്മാരോടൊപ്പം സന്തോഷിക്കുന്ന ഒരു നിമിഷങ്ങളും അതിനോടൊപ്പം ആ കിളിക്കൂട്ടിൽ പുതിയൊരു സന്തോഷമുണ്ടാകുന്ന ഒരു രംഗമൊക്കെ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ സുഭാഷിനെ, നിരാശനായിരിക്കുന്ന സുഭാഷിനെ ഒന്ന് സന്തോഷിപ്പിക്കാനും വേണ്ടി സുധീഷ് ചില ശ്രമം നടത്തുകയാട്ടോ. അങ്ങനെ വൈകിട്ട് സുധീഷ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആഹാരം മേടിച്ചുകൊണ്ട്, ബിരിയാണിയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന ഒരു രംഗമുണ്ട് കേട്ടോ. അങ്ങനെ സുഭാഷ് എന്തായാലും ആഹാരമൊന്നും ഉണ്ടാക്കില്ല എന്ന് മനസ്സിലായി. അങ്ങനെ പെട്ടെന്ന് സുധീഷ് വന്നപ്പോൾ ഒരു വലിയൊരു കവറുമായിട്ടാണ് വരുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മുടെ ഹരീഷിനെ തന്നെ കൂട്ടിക്കൊണ്ടാണ് വരുന്നത് കേട്ടോ. ഹരീഷിൻ്റെ ജോലി സ്ഥലത്ത് ഇറങ്ങി, അല്ലെങ്കിൽ ഷോപ്പിൽ ഇറങ്ങി ഹരീഷിൻ്റെയും കൂട്ടിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഹരീഷുമായിട്ട് കുറച്ച് സംഭാഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ചേട്ടനെ കുറിച്ചാണ് സംഭാഷണം. സുഭാഷ് ചേട്ടൻ ഇങ്ങനെ വളരെ നിരാശയിലാണ്, എന്ത് ചെയ്യും, സുഭാഷ് ചേട്ടനെന്ന് മാറ്റിയെടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ രണ്ടുപേരും സുധീഷും ഹരീഷും കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും വഴക്കാണല്ലോ. എന്നാൽ ആ തുടക്കത്തിൽ ആ ഷോപ്പിൽ നിന്ന് കയറിയപ്പോൾ യാത്രയുടെ ആരംഭത്തിൽ രണ്ടുപേരും വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നു. സുഭാഷ് ചേട്ടന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, സുഭാഷ് ചേട്ടൻ്റെ നിരാശയൊക്കെ മാറ്റിയെടുക്കണം എന്നൊക്കെ പറഞ്ഞ് അതിനോടൊപ്പം തലേദിവസം നടന്ന കാര്യങ്ങളൊക്കെ പരസ്പരം പറഞ്ഞുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ രണ്ടുപേരുടെയും രൂപവും ഭാവവും ഒക്കെ മാറുക. പഴയ പോലെ വഴക്കുകൾ ഉണ്ടാക്കുന്ന ഒരു രംഗമുണ്ട്. വാഹനത്തിൽ ഇരുന്നു കൊണ്ട് സുധീഷും ഹരീഷും വഴക്കുണ്ടാക്കുന്നു. അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റുമോ, അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റാത്തൊരവസ്ഥ. കാറിലിരുന്ന് അങ്ങനെ വഴക്ക് പിടിച്ച് ഒടുവിൽ വീട്ടിലെത്തിയപ്പോൾ സുധീഷ് ആ പലഹാരമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ മേടിച്ചുകൊണ്ട് വന്ന പാഴ്സലുമായിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുക. അപ്പോൾ പെട്ടെന്ന് സുഭാഷ് അവിടെ ഉണ്ട് കേട്ടോ. സുഭാഷ് ചോദിക്കുകയാണ്, അല്പം മുഖത്തിനൊക്കെ ഒരു ഭാവ വ്യത്യാസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇച്ചിരി സന്തോഷവാനല്ല എങ്കിലും ആ ദുഃഖം പ്രകടിപ്പിക്കാൻ കഴിയാതെ നിൽക്കുന്ന, എന്തായാലും തൻ്റെ ദുഃഖങ്ങളെല്ലാം നിധിയോട് പറഞ്ഞല്ലോ. അതിനുശേഷം തൻ്റെ അനിയന്മാരുടെ മുൻപിൽ തനിക്ക് ഈ സങ്കടം പറയുവാൻ കഴിയാത്തത് കൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നൊരു ഭാഗമാണ് കാണുന്നത്. അങ്ങനെ സുധീഷ് വന്നപ്പോൾ സുധീഷിൻ്റെ കയ്യിരിക്കുന്ന കവർ കണ്ടു ചോദിക്കുകയാണ്, നീ ഇതെന്താണ് മേടിച്ചോണ്ട് വന്നത് എന്ന് ചോദിക്കുകയാണ്. നീ പാഴ്സൽ മേടിച്ചോ, ആഹാരം മേടിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറഞ്ഞു, ഇന്ന് ഞാൻ ആഹാരം മേടിച്ചോണ്ട് വന്നത് എല്ലാവർക്കും ബിരിയാണി കഴിക്കാം എന്ന് പറയാണ്. അപ്പോൾ സുഭാഷ് പറയാണ്, എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത്? ഇവിടെ ആവശ്യത്തിന് ഞാൻ ആഹാരം ഉണ്ടാക്കിയില്ലായിരുന്നോ? എനിക്ക് ആഹാരം ഉണ്ടാക്കാൻ സമയമുണ്ട്, ഇനിയോ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, എന്താ പറ്റി ഞാൻ ഉണ്ടാക്കിയില്ലായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ സുധീഷ് പറയാണ്, ഈ ചേട്ടൻ സുഭാഷേട്ടൻ ഉണ്ടാക്കുന്ന ആഹാരമൊക്കെ കഴിച്ച് ഒരു ബോറായി, ഇങ്ങനെ ഇടയ്ക്ക് ദിവസമെങ്കിലും അല്പം ചേഞ്ചൊക്കെ വേണ്ടേ, അതിനുവേണ്ടിയാണ് ഞാൻ ആഹാരം മേടിച്ചുകൊണ്ട് വന്നത് എന്ന് പറയാം. അങ്ങനെ എല്ലാവരെയും എന്നാൽ ആഹാരം കഴിച്ചേക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും വന്ന് ഇരിക്കുക കേട്ടോ. ഇരിക്കുന്ന സമയത്ത് ആഹാരം കഴിക്കാൻ ഇരിക്കുന്നു. അപ്പം നിധിയുടെ കയ്യിലേക്ക്, സുഭാഷിൻ്റെ കയ്യിലേക്ക് ആഹാരം കൊടുക്കാൻ സമയത്ത് നിധി ചെന്ന് ആ ആഹാര സാധനം സുധീഷിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുക കേട്ടോ. എന്നിട്ട് സുധീഷിനോട് പോയി റെഡിയായിട്ട് വരാൻ പറയുകയാണ്. അങ്ങനെ നിധി സുധീഷ് മേടിച്ചുകൊണ്ട് വന്ന പലഹാരമല്ല ആഹാരമൊക്കെ മേടിച്ച് എല്ലാവർക്കും കഴിക്കാവുന്ന രീതിയിൽ എടുത്ത് വെക്കുന്നു. എല്ലാവരും വന്നിരുന്ന് ആഹാരം കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭാസ്കരനും വരും. ഭാസ്കറിൻ്റെ അകത്തേക്ക് കയറി വരുമ്പോൾ എല്ലാവരും ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഭാസ്കരനൊന്നും നോക്കിയില്ല. ഇന്ന് ബിരിയാണിയാണോ എന്നൊക്കെ ചോദിച്ച് അവിടെ ഇരിക്കുന്ന ആ ബിരിയാണിയിൽ ഒരെണ്ണം എടുത്തുകൊണ്ട് 1-2 ലെഗ് പീസൊക്കെ എടുത്തുകൊണ്ട് പോയി വെളിയിൽ പോയിരുന്ന് കഴിക്കുന്ന ഒരു രസകരമായ നിമിഷമുണ്ട്. ആ സമയത്തും എല്ലാവരും ആഹാരം കഴിക്കാൻ തുടങ്ങി. ഈ സമയത്ത് സുഭാഷിനെ നോക്കിയപ്പോൾ, നിധി നോക്കിയപ്പോൾ സുഭാഷ് ആ ആഹാരത്തിൽ വെറുതെ കൈയിട്ട് വാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗം കണ്ട് അപ്പം എല്ലാവരുടെയും ശ്രദ്ധ സുഭാഷിലേക്കാണ്. സുഭാഷ് വളരെ നിരാശനാണെന്ന് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ നോക്കിയപ്പോൾ സുഭാഷ് ഇങ്ങനെ ദുഃഖിച്ച് എന്ത് ആഹാരം കഴിക്കുന്ന സമയത്ത് പോലും ആ ആഹാരപാത്രത്തിൽ കൈയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൈ പോലും ആഹാരം എടുത്ത് വായിൽ വയ്ക്കുന്നില്ല, കഴിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നികേഷിനോട് പറയുകയാണ്, നികേഷിനോട് അവർ ആംഗ്യം കാണിക്കുന്നുണ്ട് സുധീഷ് കേട്ടോ. അപ്പം എന്നിട്ട് പറയുന്നു, അടുത്തേക്ക് ചെവി കൊണ്ടുവരാൻ പറയുന്നു. അപ്പം നികേഷ് സുധീഷിൻ്റെ അടുക്കിലേക്ക് ചെവി കൊണ്ടുവരുന്ന സുധീഷ് ചെവിയിൽ രഹസ്യം പറയുവാണ്. രഹസ്യം പറഞ്ഞിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് രണ്ടുപേരും, ആദ്യം സുധീഷ് പോകുന്നു, അതിനോടൊപ്പം നികേഷും എഴുന്നേറ്റ് പോവാട്ടോ. അപ്പം പെട്ടെന്ന് എല്ലാവരും നിധിയൊക്കെ ചോദിക്കുക, എങ്ങോട്ടാണ് എന്ന് ചോദിക്കുകയാണ്.
അപ്പോൾ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞാണ് രണ്ടുപേരും എഴുന്നേറ്റ് പോയിട്ട് ഒരു രസകരമാകുന്ന നിമിഷമാണ്. അവിടെ സുഭാഷിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു പാട്ട് നികേഷ് വെക്കുക കേട്ടോ, മൊബൈലിൽ ഒരു പാട്ട് വെക്കുകയും അങ്ങനെ ഒരു അടിപൊളി പാട്ട് വെക്കുന്നു. ഈ സമയത്ത് പെട്ടെന്ന് സുധീഷ് ആ പാട്ടിനൊപ്പം താളം പിടിക്കുകയും താളം ചവിട്ടുകയും അങ്ങനെ അതിനോടൊപ്പം നികേഷും സുധീഷിനോടൊപ്പം ഡാൻസ് കളിക്കുന്ന ഒരു രസകരമാകുന്ന നിമിഷമുണ്ട്. അപ്പോൾ ഇത് കണ്ട് പെട്ടെന്ന് സുഭാഷ് ഞെട്ടിത്തിരിയുമ്പോഴത്തേക്ക് സുധീഷും നികേഷും ഒരു അടിപൊളി ഡാൻസ് കളിക്കുന്ന രസകരമാകുന്ന രീതിയിൽ നികേഷ് പെൺവേഷത്തിലും സുധീഷ് ആൺവേഷത്തിലും ഒരു അടിപൊളി റൊമാൻറ്റിക് പാട്ട് പാടി ഡാൻസ് കളിക്കുന്ന കണ്ട. അപ്പോൾ എല്ലാ സുഭാഷിൻ്റെ ആ സങ്കടങ്ങളൊക്കെ മാറി. അപ്പം നിധിക്കും ഇത് കണ്ടപ്പോൾ രസകരമായി തോന്നി. അങ്ങനെ പെട്ടെന്ന് എല്ലാം പിന്നെ അവിടെ ഒരു പൊട്ടിച്ചിരിയുടെ രംഗമാണ് കാണുന്നത്. അപ്പം എന്തായാലും സുധീഷും നികേഷും അങ്ങനെ ആ ഡാൻസിലൂടെ സുഭാഷിൻ്റെ ആ ടെൻഷനും ആ സങ്കടമൊക്കെ മാറ്റുക. പെട്ടെന്ന് ചാടി സുധീഷും നികേഷും സുഭാഷിൻ്റെ അടുക്കൽ ചെന്ന് സുഭാഷിനെ എഴുന്നേൽപ്പിച്ച് സുഭാഷിനെ കൊണ്ടും ഡാൻസ് കളിപ്പിക്കുന്നു. അങ്ങനെ 3 പേരും കൂടെ ഒരു അടിപൊളി ഡാൻസ് കളിക്കുന്നു. അതിനോടൊപ്പം ഹരീഷും കൂടെ കൂടുന്നുണ്ട് കേട്ടോ. അതെല്ലാം കണ്ട് സന്തോഷത്തോടു കൂടി പൊട്ടിച്ചിരിച്ച് നിൽക്കുന്ന നിധിയെയൊക്കെ കാണാം നമുക്ക് വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ. അങ്ങനെ നമ്മളിപ്പോൾ പ്രമോ വിശേഷം അല്പം ഫാസ്റ്റിലാണ് പോകുമെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ വരും ദിവസം മുതൽ കൃത്യ വിശേഷങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ ഈ സംഭവം അടിപൊളിയാക്കുന്നുണ്ട് കേട്ടോ. ഇവർ ഡാൻസ് കളിച്ച് അടിപൊളിയാക്കുന്നു. അതിനുശേഷം രാവിലെ നിധിക്കൊരു ഫോൺ കോൾ വരികയാണ്. നിധി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു ജോലിക്ക്. ആ ഓഫീസിൽ നിന്നൊരു ഇൻ്റർവ്യൂ വരികയാണ്. ഇന്നപോലെ ഇന്ന സമയത്ത് നാളെ ഇന്ന സമയത്ത് രണ്ടാമത്തെ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യണം, നിങ്ങൾ ആദ്യത്തെ ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട് എന്ന് പറയും. അത് കേട്ടപ്പോൾ നിധിക്ക് സന്തോഷമാകുക. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് സുഭാഷിനോടും സുധീഷിനോടും പറയാണ്, എനിക്ക് രണ്ടാമത്തെ ഇൻ്റർവ്യൂവിനുള്ള അപ്പോയിൻമെൻറ്റ് വന്നിട്ടുണ്ട്, എത്രയും വേഗം നമുക്ക് അങ്ങോട്ട് പോകണമെന്ന് പറയാം. അപ്പോൾ സുധീഷിന് സന്തോഷമായി, എന്നാൽ പോയേക്കാമെന്ന് പറയുകയും അങ്ങനെ സുധീഷിനോട് റെഡിയാകാൻ പറയുന്നു. സുധീഷ് പോയി റെഡിയാകുന്നു, നിധിയും റെഡിയാകുന്നു. അങ്ങനെ സുഭാഷും ഇതൊക്കെ അറിഞ്ഞല്ലോ, എല്ലാവർക്കും സന്തോഷമായി, ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറയുന്നു. അങ്ങനെ നിധിക്ക് വേണ്ടി രാവിലെ കാത്തു നിൽക്കുകയാണ് സുധീഷും സുഭാഷും ഹരീഷും ഒക്കെ. അപ്പം വെളിയിൽ സുധീഷ് നല്ല ഒരുക്കത്തിലാണ് കേട്ടോ, മേക്കപ്പൊക്കെ ഇട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. കുറച്ചധികം സമയം കണ്ണാടിയുടെ മുൻപിൽ നിന്ന് ഒരുങ്ങുന്നു. അപ്പം നിധിയെ കൊണ്ട് പോവില്ലേ, അപ്പോൾ കൂടുതൽ സമയം നിധിയെ കാറിൽ വെച്ച് സംസാരിക്കാം, നിധിയോട് തൻ്റെ മനസ്സ് അല്ലെങ്കിൽ നിധിയുടെ മനസ്സിൽ കയറിക്കൂടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം എന്നോർത്താണ് സുധീഷ് ഇങ്ങനെ നിൽക്കുന്നത്, ഒരുങ്ങി ടിപ് ടോപ്പായിട്ട് നിൽക്കുന്നത്. പെട്ടെന്ന് ഹരീഷ് വരികയാണ്. ഹരീഷിന് ജോലിക്കും പോകണം. ഹരീഷിന് കണ്ണാടി നോക്കാൻ പറ്റത്തില്ല. സുധീഷ് ആ കണ്ണാടിയുടെ മുൻപിൽ നിന്ന് മാറുന്നില്ല. ഒടുവിൽ ഹരീഷ് വന്ന് പറയണത്, നിങ്ങൾ എത്ര എന്നെ കാണിക്കുകയാണ്, കുറച്ച് നേരമായില്ലേ, എനിക്ക് ജോലിക്ക് പോകണ്ടേന്ന് ചോദിക്കുകയാണ്. അപ്പം സുധീഷ് പറയാണ്, എടാ അതൊക്കെ പിന്നെ, ഇതിപ്പോൾ നിധിയനം കൊണ്ട് എനിക്ക് ഇൻ്റർവ്യൂവിന് പോകണ്ടേ, അതിനുവേണ്ടി ഒരുങ്ങിയാണ് എന്ന് പറയാണ്. ഇതൊക്കെ മതി, ഈ കോലം മതിയല്ലോ, ഇനിയിപ്പോൾ എന്തിനാ ഒത്തിരി ഒരുങ്ങുന്നതെന്ന് ചോദിക്കുക. നിനക്ക് അങ്ങനെയൊക്കെ പറയാം, എനിക്ക് നല്ല ടിപ് ടോപ്പായിട്ട് പോയാലേ ശരിയാവത്തുള്ളൂ, നിധിയുടെ കൂടെയാണ് ഒരു ഇൻ്റർവ്യൂ സ്ഥലത്തേക്കാണ് പോകുന്നതൊക്കെ പറഞ്ഞ് ഹരീഷിനോട് വഴക്കുണ്ടാക്കുന്നത്. പെട്ടെന്ന് സുഭാഷ് പറഞ്ഞു, എന്നെ അവിടെ രാവിലെ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്, മിണ്ടത് അടങ്ങിയിരിക്കടാ എന്ന് പറയാം. അപ്പം ഹരീഷ് പറയും, ചേട്ടാ ഇത് കണ്ടില്ല, എത്ര നേരമായി സുധീഷേട്ടൻ ഇവിടെ ചോട്ടി നിൽക്കാൻ തുടങ്ങിയിട്ട്, ഒന്ന് മാറി, എനിക്ക് ജോലിക്ക് പോകണ്ടേ എന്ന് പെട്ടെന്ന് ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ തലയേരി റെഡിയായി പൊക്കോളാമെന്ന് പറയാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണാടിന് മുൻപ് ഉന്തും തള്ളുമാകുന്ന ലാസ്റ്റ് സുധീഷ് പറയാണ്, എന്നാൽ നീ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് ഹരീഷിന് വേണ്ടി സമയം ഉണ്ടാക്കി കൊടുക്കുന്നു. ഹരീഷ് കണ്ണാടിയൊക്കെ നോക്കി തലയൊക്കെ ഈരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിധി എന്ത് ചെയ്യാന്ന് ചോദിച്ചു. നിധി ഇതുവരെ വന്നില്ലല്ലോ, എത്ര സമയമായി എന്ന് സുഭാഷ് ചോദിക്കുകയാണ്. അപ്പം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, ഇപ്പോൾ വരും എന്ന് പറയുന്നു. പെട്ടെന്ന് നിധി ആ ഡോറ് തുറന്ന് ഇറങ്ങി വരുമ്പോൾ സാരിയൊക്കെ കൊടുത്ത് ടിപ് ടോപ്പായിട്ട് അടിപൊളിയായിട്ട് ഇതുവരെയും കാണാത്ത ഒരു ലുക്കിൽ ഇറങ്ങി വരുമ്പോൾ എല്ലാവരും നിധിയുടെ ആ കോലം കണ്ട്, അല്ലെങ്കിൽ സാരി കൊടുത്തു വന്ന ആ ഐശ്വര്യപൂർണ്ണമാകുന്ന അല്ലെങ്കിൽ ഐശ്വര്യമുള്ള ആ നിധിയെ കണ്ട് വായും പൊളിച്ച് അല്ലെങ്കിൽ കണ്ണു തള്ളി നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്. ഇത് കണ്ട് സുധീഷിനും വളരെ വലിയൊരു അമ്പരപ്പൊക്കെ ആയിട്ടോ. കാരണം സാരി കൊടുത്ത് ഇറങ്ങി വന്ന നിധിയെ എന്നും കാണുന്നതിൽ കൂടുതൽ സൗന്ദര്യം തനിക്ക് തോന്നുകയും അങ്ങനെ നിധിയെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് നിൽക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാം. അതിനുശേഷം നിധിയോട് പറയുന്നു, നികേഷ് പറയും, ചേച്ചി സാരി കൊടുത്ത് വരാൻ സുന്ദരി കേട്ടോ, എന്നെ രസമാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പം നിധി പറയുന്നത് താങ്ക് യു നികേഷ് എന്ന് പറയുന്നു. അപ്പം സുഭാഷും പറയുന്നത് അതെ സെറ്റപ്പായിട്ടുണ്ട് മോളെ എന്ന് പറയുകയാണ്. എന്തായാലും ജോലി പോയി അറ്റൻഡ് ചെയ്ത് നല്ല വിജയം കൈവരിച്ച് മടങ്ങി വരാൻ പറയുകയും അങ്ങനെ നിധിക്ക് ആശംസകളൊക്കെ അറിയിക്കുക. അപ്പോഴും സ്വപ്നലോകത്ത് നിൽക്കുന്ന സുധീഷിനെയാണ് കാണുന്നത്. കാരണം സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇറങ്ങി വന്നിരിക്കുന്ന നിധിയെ ഇങ്ങനെ വായും പൊളിച്ച് നോക്കി നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഹരീഷ് ഒരു കുത്തുന്നുണ്ട്, സുധീഷ് ഉണ്ട് കേട്ടോ, മതി നോക്കിയതെന്നും പറഞ്ഞു.
അങ്ങനെ അന്നേരം സുധീഷ് പറയാം, നീ ഇന്ന് പോടാ, ഞാൻ നല്ലവരെ ആസ്വദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നൊരു രസകരമാകുന്ന നിമിഷം. അതിനുശേഷം സുഭാഷ് പറയാണ് വിളക്ക് കത്തിച്ച് തിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറയുകയും അങ്ങനെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് സുഭാഷ് ഓടിപ്പോയി ഡ്രസ്സ് മാറിയിട്ട് വരികയാണ്. ഈ സമയത്ത് സുധീഷ് ഇങ്ങനെ മനസ്സിലോർക്കുകയാണ്, ഇന്ന് നിധിയെ കൊണ്ട് പോകുമ്പോൾ കാറിൽ എനിക്കും ഒത്തിരി നേരം സംസാരിക്കണം, അപ്പോൾ സംസാരിച്ച് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നിധിയോട് പറയണം, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുഭാഷ് ഒരുങ്ങി ഒറ്റ വരവ്. അപ്പോൾ പെട്ടെന്ന് സുധീഷ് ഞെട്ടിപ്പോയാണ്. സുഭാഷൻ എങ്ങോട്ടാണെന്ന് ചോദിക്കാന്, എടാ ഞാനും വരാം, ഇന്റർവ്യൂ നടത്തുന്നേക്ക് ഞാനും വരാമെന്ന് പറയാം. അപ്പം പെട്ടെന്ന് സുധീഷ് ഇടിവെട്ടിയവന് തലേ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലെ പെട്ടുപോയിട്ടോ. അപ്പം നിധിയും പറയാണ്, അയ്യോ സുഭാഷേട്ട വേണ്ട, വരണ്ട, ജോലിക്ക് പോകണ്ടല്ലേ എന്ന് പറയാം. ഞാൻ പോയിട്ട് വന്നോളാം എന്ന് പറയണം. വേണ്ട മോളെ, സാരമില്ല, ജോലി കുറച്ച് താമസിച്ച് എന്നാലും കുഴപ്പമില്ല, ഞാൻ മോളുടെ കൂടെ ഇന്ന് വരികയാണ് എന്ന് പറയാണ്. അപ്പം സുധീഷൻ പറയാം, ചേട്ടാ എന്തിനാ ചേട്ടാ വരുന്നത്, ഞാനുണ്ടല്ലോ എന്ന് പറയാണ്. അതിനിപ്പോൾ നിനക്കെന്താ, ഞാൻ വന്നാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ച് അങ്ങനെ നിധിയുടെ കൂടെ സുഭാഷും കൂടെ ഒരുങ്ങി വരികയാണ്. അപ്പോൾ സുധീഷിന് അത് വലിയ സങ്കടമായി പോയി. കാരണം നിധിയെ ഒറ്റയ്ക്ക് നിധിയോടൊപ്പം പോയി സംസാരിക്കാമല്ലോ എന്നൊക്കെ ഓർത്താണ് ഇരുന്നത്. പക്ഷേ സുഭാഷ് അത് കുളമാക്കിയാണ്. അങ്ങനെ നിധിയും സുഭാഷും ആദ്യം കാറിൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പം സുധീഷ് വളരെ ടെൻഷൻ അടിച്ച് വളരെ ദേഷ്യത്തോടു കൂടി ഹരീഷിനോട് പറയട്ടെ, എനിക്ക് എല്ലാവർക്കും നിധി ചേട്ടത്തിയായിട്ട് കാണുന്നു, എപ്പോഴും നിധിയോടൊപ്പം സംസാരിക്കുന്നു, എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാൻ ഒരു അവസരം പോലും കിട്ടുന്നില്ല, ഇപ്പോൾ ഇതാണ്ട് സുഭാഷേട്ടനും കൂടി ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറയാം. അപ്പം ഹരീഷ് പറ, അതങ്ങനെയൊക്കെ തന്നെ വേണം, ഞങ്ങളുടെ ഏട്ടത്തിയല്ലേ, അപ്പം ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റും, നിങ്ങളോട് സംസാരിക്കാത്തതിന് ഞങ്ങളുടെ കുഴപ്പമല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ഈ സമയം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഭാഷ് വിളിക്കുകയാണ്, എടാ വാടാ, നീ എന്നെ അവിടെ നിൽക്കുന്ന, പെട്ടെന്ന് വാ, സമയം പോകുന്നു, നിധിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. അങ്ങനെ പെട്ടെന്ന് സുധീഷ് ചെല്ലുന്നു. അങ്ങനെ വാഹനത്തിൽ ഇവർ 3 പേരും പോകുന്നതാണ്. അങ്ങനെ പോയി ഇന്റർവ്യൂ സ്ഥലത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ സുഭാഷ് വഴിയിൽ വെച്ച് പറയാണ്, സുധീഷ വണ്ടി നിർത്തുന്ന ഒരു അമ്പലമുണ്ട്, അവിടെ കയറി നിധി പ്രാർത്ഥിച്ചിട്ട് പോട്ടെ എന്ന് പറയുക. അങ്ങനെ ഒരു അമ്പലത്തിൽ ചെന്ന് നിധിയും സുഭാഷും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഭാഷിന്റെ അടുക്കൽ ചെവിയിൽ ചെന്ന് പറയാണ്, സുഭാഷേട്ടാ വലിയ ദ്രോഹമായി പോയി, എനിക്ക് നിധിയുടെ കൂടെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ ആഗ്രഹിച്ചത്, നിങ്ങളിങ്ങനെ നിധിയുടെ കൂടെ നടക്കുകയല്ലേ, പിന്നെ എങ്ങനെയാണ് സുഭാഷേട്ടാ എൻ്റെ മനസ്സ് നിധിയോട് ഇന്ന് പറയുന്നത് എന്ന് ചോദിക്കുക. എടാ അവള് ഇന്നൊരു നല്ല ജോലിക്ക് പോയില്ലേ, അതിനിപ്പോൾ എന്നാ, ഞാൻ കൂടെ വന്നാണോ വിഷയം എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ എന്തായാലും അവിടെ തൊഴുത് വീണ്ടും തിരിച്ച് ഇന്റർവ്യൂ സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ചെന്ന് ഇന്റർവ്യൂ സ്ഥലത്തെത്തി നിധി ഇറങ്ങിയിട്ട് പറയാണ്, സുഭാഷേട്ടാ ഇനി ഇന്ന് പൊക്കോ, ഞാൻ ഇന്റർവ്യൂ ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് വന്നോളാം എന്ന് പറയാണ്. അപ്പം സുധീഷ് പറയണം, ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം എന്ന് പറയണം. അപ്പം നിധി പറയുന്നു, വേണ്ട, ആരും നിൽക്കേണ്ട, ഞാൻ ഇച്ചിരി താമസം ഉണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ പൊക്കോ, ഞാൻ വന്നോളാം എന്ന് പറയാണ്. അപ്പോൾ സുഭാഷ് പറയാണ്, സാരമില്ല മോളെ, അവനിവിടെ നിന്നോളും, അവൻ മോളെയും കൊണ്ട് തിരിച്ചു വരുന്നുള്ളൂ, ഞാനിപ്പോൾ ഒരു ഓട്ടോ വിളിച്ച് പൊക്കോളാന്ന് പറയാം. അങ്ങനെ അതപ്പോൾ നിധി പറയുന്നുണ്ട് വേണ്ട പൊക്കോ എന്ന് പറയുന്നു. പക്ഷേ സുധീഷ് പോകാൻ കൂട്ടാക്കുന്നില്ല. സുധീഷ് നിധിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. ഇതിനിടയിൽ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് നിധി ഇന്റർവ്യൂ സ്ഥലത്തേക്ക് പോകുന്നു. അതിനുശേഷം സുഭാഷും വേറെ ഓട്ടോ വിളിച്ച് പോകാൻ ശ്രമിക്കുമ്പോൾ സുധീഷ് കൊണ്ടുപോയി വിടുവാട്ടോ. അങ്ങനെയെങ്കിലും ആ മാരണം ഒന്ന് ഒഴിവായി കിട്ടിക്കോട്ടെ എന്നോർത്തായിരിക്കും സുധീഷ് സുഭാഷിനെ കൊണ്ടുവിടുന്നു. അതിനുശേഷം നിധിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ഭാഗമാണ് സുധീഷ്. ഇതിനിടയിൽ മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. അപ്പം അവരുടെ ഭാഗത്ത് നമ്മുടെ സുനന്ദയുടെ വീട്ടിൽ സുനന്ദ തൻ്റെ ഭർത്താവിനൊപ്പം വീട്ടിലേക്ക് പോകുന്ന ദിവസമാണ്. അപ്പോൾ ബന്ധുക്കളും എല്ലാ ചർച്ചക്കാരൊക്കെ ഉണ്ട്, എല്ലാവരും ആഹാരങ്ങൾ ഉണ്ടാക്കുന്നു, പലഹാരങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ സുനന്ദയുടെ തുണികളും ഡ്രസ്സുകളും എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെക്കുന്നു. ഈ സമയത്ത് പെട്ടെന്ന് സുനന്ദ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ പുതിയ വരനുമുണ്ട്, സുനന്ദയുടെ ഭർത്താവുമുണ്ട് കേട്ടോ. സുനന്ദയുടെ ഭർത്താവിനോട് പറയാണ്, ഞാൻ എല്ലാവരോടും ഒന്ന് യാത്ര പറഞ്ഞിട്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഈ ഭർത്താവ് പറയുന്നുണ്ട്, പോയി പറഞ്ഞിട്ട് വരാൻ പറയാണ്. അപ്പം പെട്ടെന്ന് ഈ സുനന്ദയുടെ അമ്മയ്ക്കും അച്ഛനും ഒരു സംശയം, നീ എവിടെ പോയാ മോളെ യാത്ര പറയുന്നത്, എല്ലാവരോടും പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുകയാണ്. അതല്ല അമ്മേ, ഇന്നലെ വരാത്ത ഒരുപാട്, കല്യാണത്തിന് വരാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടല്ലോ, അവരോടൊക്കെ ഇന്ന് യാത്ര പറയട്ടെ എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് നിധിയല്ല സുനന്ദയുടെ അമ്മയ്ക്കും അച്ഛനും മനസ്സിലായി ഇത് സുഭാഷിനെ കാണാൻ വേണ്ടി പോകുന്നതാണെന്ന്. അപ്പം പറയാണ് സുനന്ദയുടെ അമ്മ പറയാണ്, വേണ്ട അതൊന്നും വേണ്ട, മോള് കല്യാണം കഴിഞ്ഞ ദിവസമല്ലേ, അപ്പോൾ അങ്ങനെയൊന്നും വെളിയിൽ ഇറങ്ങി നടക്കാൻ പാടില്ല എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് സുനന്ദയുടെ ഭർത്താവ് പറയാണ്, അതിനിപ്പോൾ തന്നെ അമ്മ സുനന്ദ പോയിട്ട് വരട്ടെ, എല്ലാവരും യാത്ര പറഞ്ഞ് വരട്ടെ എന്ന് പറയാണ്. അപ്പം ഈ തൻ്റെ അമ്മാവനും
അതുപോലെ തൻ്റെ അച്ഛനും പറയാം അതിൻ്റെ ആവശ്യമില്ല മോനെ, അവൾ എല്ലാവരും യാത്ര പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ഞാൻ യാത്ര പറഞ്ഞോളാം, കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ, സാരമില്ല നിങ്ങൾ പൊക്കോ, ഞാൻ യാത്ര പറഞ്ഞോ, ഞങ്ങൾ യാത്ര പറഞ്ഞോളാം എന്ന് പറയുകയാണ്. അപ്പം സുനന്ദ ഒരു അടിയുറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ്. ഇല്ല, ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, ഭർത്താവ് സമ്മതിച്ചിട്ടുണ്ടല്ലോ, പിന്നെന്താ അമ്മേ ഞാൻ പോയി യാത്ര പറയുന്നതിന്. ഇന്നലെ കല്യാണത്തിന് വരാത്ത ഒരുപാട് പേരുണ്ട്, അവരെയൊക്കെ ഇനി ഒരിക്കലും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം യാത്ര പറയാൻ പോവുകയാണ്. അപ്പം വീണ്ടും ഭർത്താവിനോട് ചോദിക്കുക, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുക. അതിനിപ്പോൾ എന്നാ സുനന്ദ പോയി എല്ലാവരും യാത്ര പറഞ്ഞിട്ട് പെട്ടെന്ന് വരാൻ പറയുകയും അങ്ങനെ സുനന്ദ തൻ്റെ ഭർത്താവിനോട് അനുവാദം ചോദിച്ച് തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെ അനുവാദം വേണ്ട എന്നൊരു ധാരണയിൽ വെളിയിലേക്ക് പോവുക. അപ്പോൾ പെട്ടെന്ന് സുനന്ദയുടെ അച്ഛൻ തൻ്റെ അമ്മയോട് കണ്ണു വെച്ച് കാണിക്കുകയാണ്, പുറകെ പോകാൻ പറയുകയും അങ്ങനെ സുനന്ദ പോകുന്ന വഴിയിൽ പുറകെ ചെന്ന് സുനന്ദയെ വഴിയിൽ വെച്ച് തടയുക കേട്ടോ നമ്മുടെ സുനന്ദയുടെ അമ്മ. അപ്പോൾ സുനന്ദ അവിടെ വെച്ച് എൻ്റെ ഭർത്താവ് അനുവാദം തന്ന് ഇനിയിപ്പോൾ ഭർത്താവിൻ്റെ ഞാനൊരു ഭാര്യയാണ്, അപ്പം നിങ്ങളുടെ വാക്ക് കേട്ടല്ല ഞാൻ ജീവിക്കേണ്ടത്, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വാക്ക് കേട്ടാണ് ജീവിക്കേണ്ടത്, അതുകൊണ്ട് ഞാൻ സുഭാഷ് ചേട്ടനോട് ഇപ്പോൾ യാത്ര പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് തൻ്റെ അമ്മയുടെ കൈയൊക്കെ വിടിയിച്ച് നേരെ സുഭാഷിൻ്റെ വീട്ടിലേക്ക് പോകുക കേട്ടോ. അപ്പോൾ സുഭാഷ് കിച്ചണിൽ ഇങ്ങനെ ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്തും നിധി സുനന്ദ വന്ന് ആഹാരം മേടിക്കുന്ന കാര്യം ഇങ്ങനെ സുഭാഷ് ചേട്ടാ എന്നൊക്കെ വിളിച്ച് ആഹാരം മേടിക്കുന്ന ഭാഗം ഓർത്തോണ്ടാണ് ഈ ആഹാരം ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ആ സ്വപ്നത്തിനിടയിൽ സുഭാഷ് ഏട്ട എന്നൊരു വിളി കേൾക്കുകയാണ്. അപ്പം സുഭാഷ് സ്വപ്നമാണല്ലോ എന്നൊക്കെ ഓർത്ത് വീണ്ടും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ വീണ്ടും പാചകം ചെയ്യുന്ന സമയത്ത് വീണ്ടും സുനന്ദ വിളിക്കുക, സുഭാഷ് ഏട്ട എന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടൽ തോന്നുകയും അത് സ്വപ്നമല്ലല്ലോ എന്ന് സുഭാഷിനും തോന്നുകയും പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സുനന്ദ തൻ്റെ മുൻപിൽ നിൽക്കുകയും ചെയ്യുന്നൊരു കാഴ്ചയൊക്കെ കാണാം കേട്ടോ. ഇതോടുകൂടിയൊക്കെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. വീണ്ടും അടുത്ത ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.